വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇതിൽ ഒരു മോർണിംഗിലും അതുപോലെ ഒരു നൈറ്റിലും നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഡേ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ക്ലീശ ആയിട്ടുള്ള ബെഡ് മേക്കിംഗ് എന്നാണ് കേട്ടോ. അപ്പോൾ ബെഡ് ഒന്ന് ജസ്റ്റ് നന്നാക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ നേരെ കിച്ചണിലോട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ ഹോം മേക്കിങ്ങിൻ്റെ ആ ഒരു ആംഗിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മുടെ പേഴ്സണൽ ലൈഫിൻ്റെ സൈഡോ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കെയറോ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ജസ്റ്റ് ഹോം മേക്കിങ്ങിൻ്റെ കാര്യം മാത്രമാണ്. ആ ഒരു ഭാഗത്തോട്ട് തിരിച്ചു വെച്ചൊരു ക്യാമറ ആയിട്ട് മാത്രങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് ഷെയർഡായിട്ടാണ് ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിലിൽ അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 7:30 ആകുമ്പോഴേക്ക് രണ്ടുപേർക്കും പോകണം. എനിക്ക് 9:30ക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുന്നേ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കും ഈ സമയത്ത് പോകണമായിരുന്നു. അപ്പോൾ നല്ലൊരു എന്താ പറയുക ഹറിപ്പറിയായിരുന്നു മോർണിംഗ് ഒക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ 9:30 വരെ 2 മണിക്കൂറുണ്ട്. നമ്മുടെ ലൈഫിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള 2 hours ആണ് കേട്ടോ അത്. അപ്പോൾ എന്താണെങ്കിലും ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 7:30ക്ക് ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹോം അലോണാണ്. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ കാണാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം തന്നെ കഴിക്കും അധികം ദിവസങ്ങളിലും. ചിലപ്പോൾ ഞാനൊന്ന് ലാഗാക്കിയിട്ട് 10 മണിയൊക്കെ കഴിക്കും കേട്ടോ. അത് രണ്ടും അന്നത്തെ ഒരു മൂഡിനനുസരിച്ചായിരിക്കും. ചിലപ്പോൾ നന്നായി വിശക്കുന്നുണ്ടെങ്കിൽ രാത്രി ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലൊക്കെ അപ്പം എടുത്ത് കഴിക്കും കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ ഒന്ന് ഒതുക്കിയിടുക, അതുപോലെ തുണി വിരിക്കുക എന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും ഫസ്റ്റ് തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ ആദ്യം തന്നെ കാണുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഒരു ഭാഗം. അവിടെ കുറേ ചെരുപ്പുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ രാത്രിയൊക്കെ പുറത്തു പോയിട്ട് വന്നൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കുക. അടിച്ചു വാരണമെന്നുണ്ടെങ്കിൽ അതാവാം, അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ തുണികൾ വിരിക്കാനുള്ളതും രാവിലെ തന്നെ അങ്ങ് വിരിച്ചിടുക. ഒന്നുകിൽ രാവിലെ അലക്കും, ഏർലി മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ ഒരു ലോഡ് അലക്കാനിടും. അതല്ലെങ്കിൽ രാത്രി അലക്കി വെക്കും. അതാണ് എൻ്റെ ഒരു ശീലം. അപ്പം നമ്മളെ ഡ്രയർ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് കൈകൊണ്ട് പിഴിഞ്ഞിട്ടാണ് നമ്മൾ വിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പുതിയ വാഷിംഗ് മെഷീൻ ആണെങ്കിലും അത് നമ്മൾ ഓവർലോഡ് കുത്തി കയറ്റിയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളെ ഡ്രയർ ഇപ്പം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ പണി കഴിഞ്ഞ് അപ്പം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫോണും കൊണ്ട് അവിടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങ് ഇരുന്ന് പോകുമല്ലോ. അപ്പോൾ അത് ചെയ്യാതെ ഞാൻ നേരെ നമ്മുടെ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിക്കൊട്ടി ഒന്ന് അടിച്ചു വാരിയിടുകയാണ്. ഡീപ്പ് ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്തെങ്കിലും അലമ്പോ കാര്യങ്ങളോ രാവിലെ ഒരാൾ ഒരുങ്ങിപ്പോയതിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. മുറ്റത്തൊന്നും മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുറ്റടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു 8:15 ആയപ്പോഴേക്ക് എൻ്റെ ആ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു 9:30 വരെ എനിക്ക് ഫ്രീ ടൈമാണ്. കുളിച്ച് മാറ്റാനും അതുപോലെ മീ ടൈം എൻജോയ് ചെയ്യണമെങ്കിൽ ആവാം, വീഡിയോ എഡിറ്റ് ചെയ്യാം, ഇഷ്ടം പോലെ സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 9:30ക്കാണ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോഗിൻ 9:30 വരുന്നത്, മീറ്റിങ്ങും ആ സമയത്താണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് 1 to 2 ആണ് നമുക്ക് ലഞ്ച് ബ്രേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെഷൻ വർക്കൊക്കെ കഴിഞ്ഞു. മോർണിംഗിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ബ്രേക്കിൻ്റെ സമയത്ത് എന്തൊക്കെ ചെയ്യണം, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആഫ്റ്റർനൂൺ വർക്കിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ കുറച്ച് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പ്ലാനിങ് പേപ്പറിലോട്ട് എഴുതുമ്പോൾ നമ്മുടെ തലയിൽ ആ ഒരു ഭാരം അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. ഇന്ന് നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ജസ്റ്റ് എന്താ പറയുക, കുറച്ച് ലെഫ്റ്റ് ഓവർ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡിവൈസുകളൊക്കെ ചാർജ് ചെയ്യാനിട്ടിട്ട് നേരെ കിച്ചണിലോട്ട് പോകാം. അപ്പോൾ അത് നമ്മൾ രാവിലെ ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് എടുത്ത് വീടൊന്ന് ഒതുക്കേണ്ടതാണ്. രാവിലെ അങ്ങനെ നീറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സീൻ കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? നമ്മുടെ വീട് മൊത്തത്തിൽ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട്. നമ്മൾ മീഷോന്ന് വാങ്ങിയ ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് ഇവിടെ വിരിച്ചിട്ടിരിക്കുകയാണ്. രസമൊക്കെ ഉണ്ട്. കുറച്ച് വള്ളിയും വരയും കൂടുതലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആഫ്റ്റർ വാഷ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ലഞ്ച് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ലെഫ്റ്റ് ഓവർ സാമ്പാറും ഉണ്ട്, ലെഫ്റ്റ് ഓവർ ഫിഷ് കറിയും ഉണ്ട്. അത് നല്ല നീറ്റായിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് കഴിക്കുന്ന സമയത്ത് ചൂടാക്കിയാൽ മതി. ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ചോറ് മാത്രം വെക്കുന്ന പണിയേ നമുക്കുള്ളൂ.
അപ്പോൾ അത്രയും സമയം ലാഭമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രെയറൊക്കെ ചെയ്യുന്നവർക്കാവാം, അതല്ലെങ്കിൽ വെറുതെ ഇരിക്കാം, ഫോൺ നോക്കണമെങ്കിൽ അതാവാം, എന്തെങ്കിലും എക്സസൈസ് ചെയ്യണമെങ്കിൽ അതാവാം. ഞാനൊരിക്കലും ഈ ലഞ്ച് ബ്രേക്കിന് ഇരുന്ന് ഫുഡ് കഴിക്കാറില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല. ഞാൻ ലഞ്ച് ബ്രേക്കിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാനൊരു 3-3:30 ആകുമ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഒരു 10 മിനിറ്റ് എടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ വർക്കൊക്കെ ചെയ്തു, എല്ലാം കഴിഞ്ഞ് പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു, ഗ്രോസറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴേക്കും ഒരു മീറ്റിങ്ങിന് കയറേണ്ട അത്യാവശ്യം വന്നു. അങ്ങനെ ആ മീറ്റിങ്ങും കഴിഞ്ഞപ്പോഴേക്കും രാത്രി 7 മണിയായിട്ടുണ്ട് കേട്ടോ. അതെന്നും ഉണ്ടാകുന്നതല്ല, 6-6:30 ആകുമ്പോൾ ലോഗൗട്ട് ചെയ്യാവുന്നതാണ്. അതൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. ഇപ്പോൾ റെഡി ആയിട്ട് നമ്മൾ പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇല്ല. ഇനി നമ്മൾ മോർണിംഗിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത പോലെ തന്നെ വീട്ടിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട് ചെയ്യുന്ന ഒരു 6 കാര്യങ്ങളും കൂടെ ഞാൻ പറയാം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പലരും ചെയ്യുന്നതാണ്, ചിലരൊക്കെ ചില ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്തായാലും അത് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുൾ ആവുകയാണെങ്കിലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഓരോന്ന് കണ്ട് ട്രൈ ചെയ്തിട്ട് ചിലർക്ക് സക്സസ് ആവുമല്ലോ ചില കാര്യങ്ങൾ. അങ്ങനെ എൻ്റെ ലൈഫിൽ സക്സസ് ആയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്കിന്ന് ഡിന്നറിന് ചോറുണ്ട്, ചോറ് വേണ്ടവർക്ക് ചോറും കറിയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുന്നു. അതിലേക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതും ആഡ് ചെയ്തിട്ടങ്ങ് കഴിക്കുകയാണ്. നമ്മൾ മാക്സിമം ഡിന്നറിൻ്റെ പണികൾ എത്ര പെട്ടെന്ന് കഴിയുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ബാക്കി കാര്യങ്ങളോടും വൈൻഡപ്പ് പരിപാടികളൊക്കെ ചെയ്ത് പെട്ടെന്ന് കിടക്കാൻ പോകാമല്ലോ. അപ്പം നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി കഴിച്ചു. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ടേസ്റ്റിലാണ്ടിരിക്കുമോ, ഫ്രൂട്ട്സും സ്ട്രോബെറി ഐസ്ക്രീമും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാത്രങ്ങളൊക്കെ മാക്സിമം വീട് ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ എടുക്കുന്ന പാത്രങ്ങളൊക്കെ എല്ലാവരും അപ്പം കഴുകി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നാൽ എവിടെയെങ്കിലും കുറച്ച് അലമ്പുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ അതിലേക്ക് സംഭാവന ചെയ്തിട്ട് മൊത്തത്തിൽ മെസ്സാക്കും. പിന്നെ മലമറിക്കുന്നത് പോലത്തെ ഒരു ക്ലീനിങ് ആവശ്യം വരും കേട്ടോ. പക്ഷേ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ദിവസങ്ങളാണ്, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോർണിംഗിൽ ഒരു പിക്കപ്പ് റൂട്ടീൻ ചെയ്യുന്നത് പോലെ തന്നെ രാത്രി നമ്മൾ ചെയ്യുന്ന ഒരു 6 കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ആ സോഫയിലും അതുപോലെ ടേബിളിൻ്റെ മേലെയും ചിലപ്പോൾ ഒരു റിമോട്ടോ അല്ലെങ്കിൽ ഒരു ഫോണോ ഹെഡ്സെറ്റോ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബുക്കോ ഒന്നുമില്ലെങ്കിൽ പെന്നോ പെൻസിലോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അതെല്ലാം ഒന്ന് അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുക. ടേബിളിൻ്റെ മേലെ എന്തെങ്കിലും ഡിസോർഡറായി കിടക്കുന്നതുണ്ടെങ്കിൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ നമ്മൾ ആ റൂമിലേക്കല്ലേ ആദ്യം തന്നെ പോവുക, എല്ലാവരും അധികം ആളും ലിവിങ്ങിലോട്ടല്ലേ വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മോർണിംഗിൽ തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള സ്പേസിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ക്ലീശയായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്തിടുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കിച്ചൺ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും ക്ലട്ടർ ഫ്രീ ആയി രാവിലെ മോർണിംഗും നല്ലതാവും. അതുപോലെ വാട്ടർ ടാങ്ക് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് വെക്കാം. അതുപോലെ രാവിലേക്ക് എന്താണോ കറി അല്ലെങ്കിൽ എന്താ ഫുഡ് അതിനെന്തെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഗ്രീൻ പീസ് കറിയും ഇടിയപ്പോ അല്ലെങ്കിൽ പത്തിരിയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ രാവിലെ എന്തുണ്ടാക്കുമെന്ന് ഓർത്തിട്ടുള്ള ഒരു 10 മിനിറ്റ് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അതും ചെയ്തു. ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മുടെ ഹോള് സെറ്റ് ചെയ്തിട്ടു, കിച്ചൺ ക്ലീൻ ചെയ്തു, അതുപോലെ നമ്മൾ നാളേക്ക് കറിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടു, അതുപോലെ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്ത് വെച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതിൽ കിച്ചൺ ക്ലീനിങ് ആണ് ചിലർക്ക് ഒരുപാടുണ്ടാവും, ചിലർക്ക് അത് വളരെ കുറവായിരിക്കും. ബാക്കിയെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫിസോൻ്റെ റൂം ഇവന് ക്ലാസ് കഴിഞ്ഞ് 4:30 വന്നതിൻ്റെ ശേഷം അലമ്പാക്കിയതാണ്. ഇത്രയും നേരം വൃത്തിയായിട്ട് കൊണ്ടു കിടന്നതായിരുന്നു. അപ്പോൾ ആൾ വന്നതിന് ശേഷം അലമ്പാക്കി, അതുകൊണ്ട് തന്നെ ആളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആളത്ര ഹാപ്പി അല്ല കേട്ടോ. ഞാൻ കുറച്ച് ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുകയാണത്. കാരണം എനിക്കിത് കാണുമ്പോൾ മനസ്സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നതാണ്. അതാണ് അവനത്ര ഹാപ്പി അല്ലാതെ കുറച്ച് ദേഷ്യത്തിലാണ്. എന്നാലും കുഴപ്പമില്ല, അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ എല്ലാവർക്കും സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ ബാഗ് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് കുട്ടികളെ തന്നെ നമ്മൾ ശീലിപ്പിക്കുക. നമ്മൾ ആദ്യമൊക്കെ ഒരു 1st സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താലും 3rd മുതൽ, ഏറ്റവും ചുരുങ്ങിയത് 3rd സ്റ്റാൻഡേർഡ് മുതലെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നീറ്റായിട്ട് അവരുടെ ബാഗിൽ പാക്ക് ചെയ്ത് അവരെ കൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് വെപ്പിക്കുക. അപ്പോൾ
അപ്പോൾ ടൈം ടേബിൾ നോക്കിയിട്ട് ബുക്ക് എടുത്ത് വെക്കാനും സ്കൂളിലേക്ക് എന്തെങ്കിലും നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ആവശ്യത്തിനുള്ള പേനയും പെൻസിലും കാര്യങ്ങളും എല്ലാം ഉണ്ടോ നോക്കിയിട്ട് അതൊക്കെ എടുത്ത് വെക്കാനായിട്ട് നമ്മൾ അവരെ ശീലിപ്പിക്കുക. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ അവരുടെ സ്റ്റഡി ഏരിയ മെസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് അവരെ കൊണ്ട് തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിൻ്റെ മെയിൻ അവരെ തന്നെ ആക്കിയിട്ട് അത് ക്ലീൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി വെച്ചു. പിന്നെ അതെ യൂണിഫോം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫീസിൽ പോകുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ഫിറ്റ്, കുട്ടികളുണ്ടെങ്കിൽ കുട്ടിയുടെ യൂണിഫോം, അങ്ങനെ എല്ലാവർക്കും രാവിലെ ഇതും തപ്പി നടക്കണ്ട, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇനി ഡ്രോവർ പോയി തുറക്കേണ്ട ആവശ്യം പോലും ഇല്ല. ജസ്റ്റ് കുളിക്കാനുള്ള തോർത്തും ഇന്നർ വെയറുകളും ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള യൂണിഫോമും എടുത്തു വെച്ചു. അതുപോലെ ടാഗും ബെൽറ്റും അതിൻ്റെ സ്ഥാനത്തുണ്ടെന്ന് ഉറപ്പും വരുത്തി. അപ്പോൾ അതെ ബാഗും ഫുൾ പാക്ക്ഡ് ആണ്, സെറ്റാണ്. നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങൾ മാത്രം ഇനി രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു നിസ്സാരമായിട്ടുള്ള 2 കാര്യമാണ് യൂണിഫോം എടുത്ത് വെക്കുന്നതും അതുപോലെ ബാഗ് പാക്ക് ചെയ്ത് വെക്കുന്നതും നമ്മുടെ സ്റ്റഡി ഏരിയ ഒന്ന് ഒതുക്കിയിടുന്നതും. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു 6 കാര്യങ്ങളാണ് നമ്മൾ കിച്ചണിൽ ചെയ്തൊരു 3 കാര്യങ്ങളും റൂമിൽ ചെയ്തൊരു 3 കാര്യങ്ങളും 6 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സമാധാനത്തിൽ പോയി കിടക്കാമല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുത്ത വീഡിയോയിൽ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ലെങ്തി വീഡിയോസ് കൊണ്ടുവരാം കേട്ടോ. ലാസ്റ്റ് 2 വീഡിയോസിന് ലെങ്ത് ഇത്തിരി കുറവാണ്, കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തിരക്കൊന്നുമില്ല, ഇഷ്ടംപോലെ ലീവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.